ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ഇന്ന് ഈ കാട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ ഇത് പറമ്പിൽ വരുന്നവരോട് പറയും ഇത് പറിച്ച് കളയരുതെന്ന്. ഈ നിൽക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഒരെണ്ണം പറിച്ചു. ഇത് നമുക്ക് കർക്കിടക മാസത്തിൽ പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരുന്നതാണ്. ഇതാണ് ആട്ടുകാൽ കിഴങ്ങ്. ഈ ആട്ടുകാൽ കിഴങ്ങെന്ന് പറഞ്ഞാൽ ഈ ആടിൻ്റെ കാല് പോലെ ഇത് കണ്ടോ? നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല ആടിൻ്റെ രോമം പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കുഞ്ഞായിട്ടിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഇത് 2-3 ഞാൻ ഇവിടുന്ന് താഴേന്ന് പറിച്ചെടുത്തു. ഇത് താഴെ തോടാണ്, ചെറുത് കേട്ടോ. ഇനി ഇവിടെ എല്ലാം 2-3 ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇന്ന് നല്ല ഒരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കുകയാണ്. ഇത് ഈ ആട്ടുകാൽ കിഴങ്ങെന്ന് പറഞ്ഞാൽ നല്ല ഔഷധ ഗുണമുള്ളതാണ്. 4000 രോഗങ്ങളുടെ പ്രതിവിധിയാണെന്നൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കറിഞ്ഞുകൂടാ. എന്നാലും നടുവേദനയ്ക്കും മുട്ടുവേദനയ്ക്കുമൊക്കെ ഇത് നല്ലതാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ഇന്നിത് കണ്ടുപോയിരിക്കുന്ന ആടിൻ്റെ കാല് പോലെ തന്നെ എത്ര ഞാനിത് ഇവിടെ തൊടാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇത് പറിച്ചെടുക്കണമല്ലോ എന്നും പറഞ്ഞ്. അപ്പം നമുക്ക് ഇന്ന് ഒരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ ആട്ടുകാൽ കിഴങ്ങ് വെച്ച്. ഇച്ചിരി കരിയാപ്പിലയും കൂടെ എടുത്തുകൊണ്ട് പോകുന്നത്. കിഴങ്ങെന്ന് പറയാൻ തന്നെ കാരണം ഇത് കണ്ടോ, ആടിൻ്റെ കാല് പോലെ. നമ്മൾ പട്ടിക്കുട്ടിയൊക്കെ എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ടെഡി ബിയറിൻ്റെയൊക്കെ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, നല്ല സോഫ്റ്റായിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ. അയ്യോ, ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഇല. ആറ്റുകാലിൻ്റെ ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഇല. ഇത് ഒരെണ്ണം വെച്ചാൽ മതി, പിന്നെ തുരുതുരാന്നിങ്ങനെ ആ ഭിത്തി വഴി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭിത്തിയില, മതിലേലാണ് പ്രധാനമായിട്ടും. പിന്നെ മരത്തിൽ ഓരോ ചില മരങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാം അങ്ങ് നിറഞ്ഞിത് കിടക്കുന്നതാണ്. നമ്മൾ തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുന്ന വഴിക്കൊക്കെ അവിടെ ഇത് എല്ലാവർക്കും അറിയാം. അവരിത് വിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ വഴിയോരത്തിത് മേടിക്കാൻ കിട്ടും. അന്നേരമൊക്കെ എന്നതാണെന്ന് ഓർക്കും. ഇത് കണ്ടോ, ഇതിനകത്ത് തന്നെ വേറെ ഒരു ഇല വരുന്നതാണിത്. ഇവിടുന്ന് പിന്നെയും ഉണ്ടായി വരുമെന്ന് തോന്നുന്നു. ഇത് പുതിയ ഇല വെക്കാനായിട്ട് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സൂപ്പ് വെച്ചിട്ടില്ല, അത് കഴിച്ചിട്ടില്ല, അതിൻ്റെ ടേസ്റ്റും ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നാലും നല്ല ഔഷധ ഗുണമുള്ളതായതുകൊണ്ട് നമുക്കത് ചെയ്തെടുക്കണം. പ്രത്യേകിച്ച് കർക്കിടകത്തിലെ ഇങ്ങനെ ചിരണ്ടണം. ഇങ്ങനെ ചിരണ്ടി നല്ല ഈ കളർ വരും. അപ്പോൾ നമ്മുടെ ആട്ടുകാൽ കിഴങ്ങെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഇത് ഞാൻ കുറച്ചേ എടുത്തോളൂ, കാരണം ആദ്യമായിട്ടാണ്. ഞങ്ങൾ 2 പേർക്ക് കുടിക്കാനുള്ള മതിയല്ലോ, അതിന് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത് ചതച്ച് വരുമ്പോൾ തന്നെ ഒത്തിരി ഉണ്ട്. പിന്നെ ഇതിന് വേണ്ടത് പ്രധാനപ്പെട്ട ഒരു മല്ലിയില വേണം, പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുവന്നുള്ളി വേണം, പച്ചമുളക്, ഗ്രാമ്പൂ, കുരുമുളക്, പട്ട, ഇത്രയും സാധനങ്ങൾ വേണം. ഇതെല്ലാം കൂടെ ചതച്ചാണ് നമ്മൾ വെച്ച് കലക്കി വേവിച്ചെടുക്കണം. 1 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഇച്ചിരി സ്പീഡേ ഞാനങ്ങ് പറഞ്ഞു. ഇത് കണ്ടോ, ഇത് നിറച്ചും വെള്ളമാണ്. അതുകൊണ്ട് അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതൊന്ന് എല്ലാം കൂടെ ഒന്നിച്ചാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ആറ്റുകാൽ കിഴങ്ങ് ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ആട്ടുകാൽ കിഴങ്ങും എല്ലാ സാധനവും കൂടെ നന്നായിട്ട് ചതച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതങ്ങോട്ടിട്ട് വേവിക്കണം. 1 മണിക്കൂർ വേകണമെന്നാണ് പറയുന്നത്. 1 മണിക്കൂർ വേവിച്ചെടുക്കണം. സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു വിഷാംശം കളയുന്നതാണ് ഇത്. അതുപോലെ ഉപ്പും ഒഴിച്ചു. ഇത്രയും വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. വയ്യട, നല്ല മരുന്നിൻ്റെ
ഈയിടയ്ക്ക് ഞാൻ ആടിൻ്റെ തല സൂപ്പ് വെച്ച് ആ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊരു 3/4 മണിക്കൂറായി. ഇനി ഒരു 15 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് ഒന്ന് താളിച്ച് വെക്കാം. ഇനി ഒരു 15 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോഴത്തേന് നമുക്ക് കടുക് മൂപ്പിക്കാം. കർക്കിടകത്തിൽ നല്ല ഔഷധ ഗുണമുള്ള ആറ്റുകാൽ കിഴങ്ങിൻ്റെ സൂപ്പ് കുടിക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി 2 ഉള്ളി ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളക്, വത്തലമുളകും കൂടെ ഇട്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് മല്ലിയിലയാണ്, നമ്മുടെ ഇവിടുത്തെ മല്ലിയിലയാണ്. നിങ്ങളോർക്കും എന്നാ ഇത്രയും വലിയ ഇലയെന്ന്. ഒരു മണിക്കൂർ ഇരുന്ന് തിളച്ച് നമ്മുടെ ആട്ടുംകാൽ സൂപ്പ് 1 മണിക്കൂർ അടുപ്പത്ത് കിടന്ന് ഞങ്ങൾ തിളപ്പിച്ച് ഇങ്ങനെ എടുത്തതാണ്. എല്ലാം ചതച്ച് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല കുരുമുളകും നമ്മുടെ ആ ആട്ടുംകാലിൻ്റെ ആ ഒരു അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറയാൻ അറിയത്തില്ല. ഏതായാലും നല്ല സൂപ്പറായിരിക്കുന്നു കേട്ടോ. ഈ കർക്കിടകത്തിലെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണമെന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ, കാണുവാണെങ്കിൽ, പോകുന്ന വഴിക്ക് വല്ല മരത്തെ അള്ളിപ്പിടിച്ചാന്നേലും അത് എടുത്ത് കൊണ്ടുവന്ന് ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കുക. നല്ല സൂപ്പർ സൂപ്പാണ്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെയൊക്കെയുള്ള കമൻറ്റുകൾ പറയണം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണിത്. അപ്പോൾ അതിൻ്റെ കമൻറ്റുകൾ പറയണം. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇത് പിന്നെ സന്ധിവേദനയ്ക്കൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്. നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.